ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി കടക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിനായി 10,000 സീറ്റുകൾ നീക്കിവെച്ചു. കൊച്ചി ഉൾപ്പെടെ 7 പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമാണ് 20 ദിവസത്തെ പാക്കേജ് ഉണ്ടാകുക. ഓൺലൈൻ ഹജ്ജ് അപേക്ഷകൾ ഈ മാസം അവസാനം വരെ സ്വീകരിക്കും. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പുതിയ ഹജ്ജ് നയത്തിലാണ് 20 ദിവസത്തെ ഹജ്ജ് പാക്കേജുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുള്ളത്. 40-45 ദിവസത്തെ നിലവിലുള്ള പാക്കേജിന് പുറമെയാണ് 20 ദിവസത്തെ പാക്കേജ് കൂടി ഉൾപ്പെടുത്തിയത്. 10,000 സീറ്റാണ് അടുത്ത ഹജ്ജ് മുതൽ ആരംഭിക്കുന്ന പുതിയ പാക്കേജിനായി നീക്കിവച്ചിരിക്കുന്നത്. അപേക്ഷകരുടെ എണ്ണം കൂടിയാൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുമെന്നാണ് സൂചന. കൊച്ചി, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ 7 വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ പാക്കേജിലെ സർവീസ് ഉണ്ടാകുക. മറ്റു പാക്കേജുകളുടെ അതേ നിരക്ക് തന്നെയാണ് 20 ദിവസത്തെ പാക്കേജിനും ഈടാക്കുക. എന്നാൽ പുതിയ പാക്കേജിൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. താമസിയാതെ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഹജ്ജ് കരാർ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യയുടെ അടുത്ത വർഷത്തെ ഹജ്ജ് ക്വാട്ട എത്രയെന്ന് വ്യക്തമാകും. 1,75,000 നിലവിലുള്ള ക്വാട്ട. ക്വാട്ടയുടെ 30% സ്വകാര്യ ഗ്രൂപ്പുകൾക്കായി നീക്കിവെക്കുമെന്ന് പുതിയ ഹജ്ജ് നയത്തിലും പറയുന്നുണ്ട്. അടുത്ത ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ അവസാനം വരെ അപേക്ഷകൾ സ്വീകരിക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അമ്മ പ്രേമകുമാരി 24-നോട്. ചർച്ചകളല്ല, വധശിക്ഷ നിർത്തിവെക്കലാണ് പ്രധാനമെന്ന് ആക്ഷൻ കൗൺസിലിൽ പ്രതിനിധി സാമുവൽ ജെറോം പറഞ്ഞു. അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സാമുവൽ ജെറോം 24-നോട് പ്രതികരിച്ചു. ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് അമ്മ പ്രേമകുമാരി. സനായിൽ നിന്ന് പ്രേമകുമാരി 24-നോട് സംസാരിച്ചു. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇപ്പൊ ലാസ്റ്റത്തേതിൽ വല്ലാത്ത വിഷമത്തിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നുള്ള ഒരു ഇത് ഞാനും തന്നെ 2 ദിവസം 3 ദിവസം ഞാൻ അറിഞ്ഞില്ല. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ 16-17 കാലഘട്ടം മുതൽ ഇന്നവരെയും അവിടെ അവൾക്ക് ഇന്നവരെയും അവളെ ഇത്രയും കാത്തുപരിപാലിച്ച ഒരു ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ ഇരുന്നത് തന്നെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിമിഷനെയും കൊണ്ട് നാട്ടിലേക്ക് ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാണ്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമത്തിലാണ് പ്രേമകുമാരി. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള എല്ലാ വഴികളും തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോ. Since 2017, I have taken up this case and I have always been optimistic. But today, I am more optimistic. So you need to read between the lines. തലാലിന്റെ കുടുംബവുമായി നേരിട്ട് പലതവണ സംസാരിച്ചെന്ന് സാമുവൽ ജെറോം പറഞ്ഞു. അടിയന്തരമായി സംസ്ഥാന മന്ത്രിതല സംഘം പ്രധാനമന്ത്രിയെ കാണണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കാൻ. ഒട്ടും വൈകാതെ നയതന്ത്രതലത്തിൽ സാധാരണ നയതന്ത്ര മാർഗങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ട് ഇതിനെ കണ്ട് പ്രധാനമന്ത്രി ഇതിനകത്ത് ഇടപെടണം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് മാതാവ് ശൈലജ. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും മാതാവ് 24-നോട് പറഞ്ഞു. വിപഞ്ചികയുടെ മരണത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ആവശ്യപ്പെട്ടു. എന്റെ കൊച്ചിനെ ഒരു പീഡിപ്പിച്ച് അവന്റെ പെങ്ങളും അച്ഛനും അവനും കൂടെ ചേർന്നവനെ എന്റെ കുഞ്ഞിനെ കൊല്ലുന്നത് എനിക്ക് നല്ല സംശയമുണ്ട്. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനത്തെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും മരണത്തിൽ CBI അന്വേഷണം വേണമെന്നും മാതാവ് ശൈലജ 24-നോട് പറഞ്ഞു. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. കുടിമുറിക്കാൻ നിർബന്ധിച്ച് മകളെ വിരൂപയാക്കാൻ ശ്രമിച്ചെന്നും മാതാവ്. മകൾക്ക് നീതി തേടി ഏതറ്റം വരെയും പോകുമെന്നും മാതാവ് പറഞ്ഞു. എന്റെ മോളെ വികൃതമാക്കി അവളെ നാത്തൂനുള്ള ഇഷ്ടവതായിരുന്നു എന്റെ മോള് വിരൂപിയാവണമെന്ന്. എന്റെ മോക്ക് നീതി കിട്ടണം. അങ്ങേ അറ്റം വരെ, അങ്ങേ അറ്റത്തെ കോടതി വരെ, അങ്ങേ അറ്റത്തെ നിയമം വരെ പോണം. വിപഞ്ചിക വിവാഹബന്ധം വേർപെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും ഇതിനായി നിയമസഹായം തേടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും ബന്ധു സന്ധ്യ. അവള് കുട്ടി ഉണ്ടായതിനു ശേഷം അവളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഒരു 3 മാസം. ആ സമയങ്ങളിലൊക്കെ ഇതേപോലെ അമ്മയുള്ളപ്പൊക്കെ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ള വർത്തമാനങ്ങളായിരുന്നു പറയുന്നത്. ഞാൻ ഇവൻ ഡൈവേഴ്സിന് ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് ജഡ്ജിയായിട്ട് വിളിച്ചു എന്നുള്ളത് അറിഞ്ഞു.
വിഭജികയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും അന്വേഷിച്ച് സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമമാണ് നിശ്ചയമായും സർക്കാരും ബന്ധപ്പെട്ടവരെല്ലാം നടത്തുന്നത്. വിഭജികയുടെ മകളുടെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നും നാട്ടിലെത്തിക്കുന്നതിനായി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. 24 കൊല്ലം. കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിക ഷാർജയിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കൃത്യമായി ഇടപെടുന്നുണ്ടെന്ന് അഭിഭാഷകൻ 24നോട് പറഞ്ഞു. കോൺസുലേറ്റിന്റെ അനുമതിയില്ലാതെ UAEയിൽ മൃതദേഹം സംസ്കരിക്കരുതെന്ന നിർദ്ദേശമുണ്ട്. വിവരങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷനെ ധരിപ്പിക്കുമെന്നും അഭിഭാഷകൻ അജി കുര്യാക്കോസ് വ്യക്തമാക്കി. 24 ദുബായ് റിപ്പോർട്ടർ അരുൺ പർവ്വത്ത് ഇറാക്കിയ റിപ്പോർട്ട് കാണാം. വിഭജികയുടെയും മകളുടെയും മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്ന അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വക്കീൽ, ഇത് എന്താണ് ഇപ്പോഴത്തെ ഇതിനൊരു സ്റ്റാറ്റസ്? ഭർത്താവ് പറയുന്നത് നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. കോൺസുലേറ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇപ്പോൾ കോൺസുലേറ്റ് എന്തെങ്കിലും നമുക്ക് അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ്? ഇതിനകത്ത് ഭർത്താവിന് ഭാര്യയുടെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ക്ലെയിമും ഇല്ല. അദ്ദേഹത്തിന് അത് വിട്ടുകൊടുക്കാന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ കൊച്ചിൻ്റെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ ഭാര്യ വീട്ടുകാർ ശക്തമായ എതിർപ്പ് അതിനകത്തുണ്ട്. നമ്മൾ ലെറ്റേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്, കോൺസുൽ ജനറലിന് അയച്ചിട്ടുണ്ട്, നോർക്കയ്ക്ക് അയച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാർക്കെല്ലാം നമ്മൾ നമ്മുടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോൺസുലേറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം അവരുടെ ഒരു അനുമതി ഇല്ലാതെ, കാരണം നമുക്കറിയാം പാസ്പോർട്ട് ക്യാൻസൽ ചെയ്താൽ മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരൊരു അനുമതി ഇല്ലാതെ ഈ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. അത് ആ വ്യക്തിയെ അറിയിച്ചിട്ടുണ്ട്, ഭർത്താവിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അപ്പം ആ മരണത്തിൻ്റെ കാരണം കൃത്യമായിട്ട് വ്യക്തമായി കഴിഞ്ഞു. ഇനി വൈഫിൻ്റെ, അതായത് ഈ മരണപ്പെട്ട വിഭജികയുടെ ഫോറൻസിക് റിപ്പോർട്ട് വരണം. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ക്ലെയിം പ്രകാരം, ഭർത്താവിൻ്റെയും ക്ലെയിം പ്രകാരം കൊച്ചിനെ ഇവിടെ കൊടുക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ 2 ക്രിമറ്റേഴ്സാണ് നമുക്കിവിടെ സാധാരണയായിട്ട് അവൈലബിൾ, ദുബായും അതുപോലെ തന്നെ ഷാർജയും. അപ്പോൾ ദുബായിലും ഷാർജയിലും കോൺസുലേറ്റ് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ അനുമതിയില്ലാതെ ക്രിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് തിങ്കളാഴ്ച, ഇപ്പം 3 ദിവസം അവധിയായിരുന്നു, തിങ്കളാഴ്ച കോടതിയിലൊരു തീരുമാനം ഉണ്ടാകും. അപ്പോൾ അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഭർത്താവ്, കൊച്ചിൻ്റെ മൃതദേഹം ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ ഒരു വിഭാഗം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും മറ്റു വിഭാഗം ഇവിടെ തന്നെ വേണമെന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കോടതി ഒരു ഉചിതമായ തീരുമാനം എടുക്കണം. ഒപ്പം തന്നെ കോൺസുലേറ്റ് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കോൺസുലേറ്റ് വ്യക്തമായൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഇവിടെ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് ബാക്കി വരും ദിവസങ്ങളിൽ കുറച്ച് ദിവസം കൂടി എടുക്കും അതിന് ബാക്കിയുള്ള തീരുമാനങ്ങൾ വരാൻ വേണ്ടി. 2-3 ദിവസം ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടില്ല. ഈ ഭർത്താവിനെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് പോലീസ് അന്വേഷണത്തിൻ്റെ സ്റ്റാറ്റസ്? എന്താണ് അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിന് ട്രാവൽ ബാൻ ചെയ്തിരിക്കുകയാണല്ലോ. ട്രാവൽ ബാൻ ചെയ്യുന്നത് ഒരു നോർമൽ പ്രൊസീജിയറാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ ഈ മരണകാരണം അറിയുള്ളൂ. ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണല്ലോ, ആത്മഹത്യ സ്വയമായിട്ട് ചെയ്തതാണോ അതോ മറ്റൊരാൾ വന്നിട്ട് കൊലപാതകം നടത്തിയതാണോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇത് പ്രകാരം ആത്മഹത്യ എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇനി ഫോറൻസിക് റിപ്പോർട്ട് നാളെ മറ്റന്നാൾ വരുമ്പോൾ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള കുഞ്ഞിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്? അതിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. കാരണം കുഞ്ഞിനെ അതിനകത്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിട്ട് കെട്ടിത്തൂക്കി എന്നുള്ളതൊക്കെയാണ്. നമുക്കത് കൃത്യമായിട്ട് അറിയാം. നാളെ കിട്ടും, എല്ലാം റിപ്പോർട്ടുകളെല്ലാം തിങ്കളാഴ്ച കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് കോൺസുലേറ്റിനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അത് കോടതി വഴിയേ തീരുമാനം വരുള്ളൂ. കോൺസുലേറ്റിൻ്റെ അനുമതി ഇല്ലാതെ ക്രിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള വേർബലായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നാളെ തിങ്കളാഴ്ച കോടതിയുടെ തീരുമാനപ്രകാരം കോൺസുലേറ്റ് ആക്ഷൻ എടുക്കും. 99% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. കാരണം ഒരു ആൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. പിന്നെ ഇത് മരണപ്പെട്ടതാണ്, കൊച്ചിൻ്റെ അമ്മ മരിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ഒരുമിച്ച് ക്രിമേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിനെ ഒരു അനുഭാവപൂർണ്ണം സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ രണ്ട് അപേക്ഷകളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന്, ഇവിടെ ഇതിനെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം നടത്തിയിട്ട് ഇവരുടെ അബറ്റ്മെൻറ്റ്, ഈ പ്രേരണ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചും, മറ്റൊന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. മറ്റത് കൊച്ചിനെ നാട്ടിലേക്ക് കൊണ്ടുപോകണം, കൊച്ചിൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള 2 അപേക്ഷകളാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ കേന്ദ്രമന്ത്രിമാരുടെ ലെവലിൽ തന്നെ എല്ലാ തരത്തിലുള്ള അപേക്ഷകളും പോയിട്ടുണ്ട്. കൊല്ലം MP പ്രേമേന്ദ്രൻ സാറ് വിശദമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇതിനകത്ത്. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റാറ്റസ്. ഈ പ്രേരണാ കുറ്റത്തിൽ തുടർ നടപടികൾ എന്തെങ്കിലും ഇവിടെ എടുക്കാൻ സാധിക്കുമോ? നിയമം ഇവിടെ അനുവദിക്കുന്നുണ്ടോ അതിന്? ഇവിടുത്തെ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രേരണാ കുറ്റം കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു പോയി എന്നുള്ളത്, ഈ ആത്മഹത്യ തന്നെ ഇവിടെ നമുക്കറിയാം, ഈ UAE സംബന്ധിച്ച് ഇവിടുത്തെ നിയമപ്രകാരം ആത്മഹത്യ അംഗീകരിക്കുന്നില്ല.
പിന്നെ അതിനൊരു പ്രേരണ കുറ്റം, അതൊക്കെ അത്രയും വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു മർദ്ദനം ഉണ്ടാവണം, അതിനൊരു കേസ് ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൂഫ് നമ്മൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ തെളിവുകൾ കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർ ഇന്നലെ നിങ്ങൾ തന്നെ ബ്രേക്ക് ചെയ്ത ഒരു വാർത്ത ഞാൻ കണ്ടു, വേക്കറ്റ് കിട്ടുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പ്രിജുഡൈസ്ഡായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടക്കട്ടെ, വരുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായും എന്തായാലും അന്വേഷണം വലിയ തോതിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാർജ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺസുലേറ്റും വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് വരികയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട്, മകളുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ വിഭജികയുടെ ഫോറൻസിക് റിപ്പോർട്ട് വരാനുണ്ട്. തിങ്കളാഴ്ചയോട് കൂടി തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ചർച്ചകൾ ഇസ്രായേൽ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വഴിമുട്ടുന്നതായി സൂചന. റഫ ഉൾപ്പെടെ ഗസയുടെ ഏകദേശം 40% പ്രദേശങ്ങളിലും സൈന്യത്തെ നിലനിർത്തണമെന്ന ഇസ്രായേലിന്റെ ആവശ്യമാണ് ചർച്ചകൾക്ക് തടസ്സമാവുന്നത്. ഗസയിൽ 57,000-ത്തിലധികം നിരപരാധികൾ കൊല്ലപ്പെടാനിടയാക്കിയ 21 മാസമായി തുടരുന്ന ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദോഹയിൽ വെടിനിർത്തൽ കരാറിനായുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ഗസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പൂർണ്ണമായ പിന്മാറ്റം, 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ, ഗസയിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള തടസ്സപ്പെടാത്ത മാനുഷിക സഹായം എത്തിക്കൽ എന്നീ പ്രധാന വിഷയങ്ങൾ മുൻനിർത്തിയാണ് ചർച്ചകൾ ആരംഭിച്ചത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെച്ച പല നിബന്ധനകളിലും പിന്നീട് അയവുണ്ടായെങ്കിലും ഗസയിൽ നിന്നും പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കണമെന്ന നിലപാടിൽ ഹമാസും റഫ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സൈനിക സാന്നിധ്യം തുടരുമെന്നുള്ള ഇസ്രായേലിന്റെ കടുംപിടുത്തവും ചർച്ചകളെ വഴിമുട്ടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. യുഎസിന്റെ പിന്തുണയോടെ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ പല ഘട്ടങ്ങളായുള്ള തടവുകാരുടെ കൈമാറ്റവും ദീർഘകാല കരാറിലേക്കുള്ള ചർച്ചകളും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഹമാസിനെ നിരായുധീകരിക്കുന്നത് സംബന്ധിച്ച് കരാറിൽ വ്യവസ്ഥ വേണം എന്നതാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാന ഉപാധി. എന്നാൽ നിരായുധീകരണം ഒരു നിലക്കും അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഹമാസും ഉറച്ചു നിൽക്കുകയാണ്. ഫലസ്തീനികളെ മുഴുവൻ റഫയിലെ പ്രത്യേക കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഒതുക്കി ഭാവിയിൽ മറ്റെവിടേക്കെങ്കിലും പുനരധിവസിപ്പിക്കാനാണ് അമേരിക്കയുമായി ചേർന്നുള്ള ഇസ്രായേലിന്റെ പദ്ധതി എന്നാണ് പുറത്തുവരുന്ന വിവരം. വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സേന ഇന്നലെ വീണ്ടും ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു. ഹമാസിനെ നിരായുധീകരിക്കൽ നയതന്ത്രത്തിലൂടെ കഴിയുന്നില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അത് സാധ്യമാക്കുമെന്നാണ് വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ കൊല്ലപ്പെട്ട 2 ഇസ്രായേലി എംബസി ജീവനക്കാരുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നെതന്യാഹു പറഞ്ഞത്. ദോഹയിൽ നടക്കുന്ന ചർച്ചകൾ ഒരാഴ്ച പിന്നിടുമ്പോൾ പല നിർണായക വിഷയങ്ങളിലും ഇസ്രായേൽ കടുംപിടുത്തം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേരാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. ദോഹയിൽ നിന്നും അൻവർ പാലേരി, 24. റിയാദിലെ മലയാളി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം വാർഷിക പൊതുയോഗം ചേർന്നു. യോഗത്തിൽ 2025-26 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അഷ്റഫ് വേങ്ങാട്ടിനെ പ്രസിഡന്റായും ജയൻ കൊടുങ്ങല്ലൂരിനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. വി മൊയ്തീൻ കോയ ഹാജി അനുസ്മരണവും മുക്കം മുസ്ലിം ഓർഫനേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കോഴിക്കോട് നടന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കുള്ള ഭവന പദ്ധതിയുടെ സോഫ്റ്റ് ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. സാംസ്കാരിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മാതൃക തീർത്ത വി മൊയ്തീൻ കോയ ഹാജിയുടെ 42ാം അനുസ്മരണമാണ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. MMO ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സംഗമത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. വലിയ സമ്പന്ന കുടുംബത്തിലാണ് വി മൊയ്തീൻ കോയ ജനിച്ചു വന്നത്. പക്ഷേ ഒരു ദാരിദ്ര്യമോ അതിന്റെ ദൈന്യതയോ ഒന്നും അനുഭവിക്കാതെ മറ്റുള്ളവരുടെ കഷ്ടതകൾ മനസ്സിലാക്കി മുന്നോട്ട് വന്ന് അനാഥരെ സനാഥരാക്കിയ ഒരു മഹൽ വ്യക്തിത്വമാണ് മൊയ്തീൻ കോയ. 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ മകൾ ഡോക്ടർ മാജിദ മുഹമ്മദ്, മലബാർ ഗോൾഡ് ബ്രാഞ്ച് മാനേജർ പ്രജീഷ്, MPS ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ ഷംസ് മണലായ തുടങ്ങിയവർ ചേർന്ന് ഭവന പദ്ധതിയുടെ സോഫ്റ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. കൈത്താങ് എന്ന പേരിൽ ഒരു വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് കൂടിയാണ്. നമ്മുടെ ജില്ല വിട്ട് അടുത്ത ജില്ലയിലേക്ക് വന്ന് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമാണ്.
മുക്കം മുസ്ലിം ഓർഫനേജ് ഭാരവാഹികളായ വി മരക്കാർ ഹാജി, KT അബ്ദുറഹ്മാൻ, വി മോയിമോൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ഓസ്ട്രേലിയയിലെ സൺഷൈൻ കോസ്റ്റിൽ അങ്കമാലി അയൽക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലി ഡയറീസ് എന്ന പേരിൽ ആഘോഷം സംഘടിപ്പിച്ചു. സൺഷൈൻ കോസ്റ്റിലെ കലോൻഡ്ര ബെൽവിസ്ത ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. അങ്കമാലിയുടെ പൈതൃകം വിളിച്ചറിയിക്കുന്ന രുചിക്കൂട്ടുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരുന്നു. വിവിധയിനം കലാകായിക പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. സുഗന്ധങ്ങളുടെ രാജകീയ കലവറ മിഡിൽ ഈസ്റ്റിന് സമ്മാനിച്ച ഊദ് വേൾഡിന്റെ UAEയിലെ 9ാമത് ഷോറൂം ഷാർജ അൽ നദ്ദ ലുലു മാളിന് എതിർവശം പ്രവർത്തനം തുടങ്ങി. ലോകോത്തര നിലവാരമുള്ള പെർഫ്യൂമുകൾ മിതമായ വിലയിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതാണ് ഊദ് വേൾഡിന്റെ പ്രത്യേകത. പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഊദ് വേൾഡിൽ നിന്നും 10 വ്യത്യസ്ത സീരീസുകളിലായി വൈബ് കളക്ഷൻസ് എന്ന പുതിയൊരു പെർഫ്യൂം സീരീസ് കൂടി ലോഞ്ച് ചെയ്തു. ഷോറൂമിന്റെ ഉദ്ഘാടനം സീനത്ത് കരുവാത്ത് നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ സംജീർ യൂസഫ് അലി, ഡയറക്ടേഴ്സായ മൊയ്തീൻ വട്ടം കണ്ടത്തിൽ, ഇല്യാസ് മടപുരം, ഹാജറ കള്ളിയത്ത്, ഷമീമ സംജീർ എന്നിവർ പങ്കെടുത്തു. അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫായതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും റിപ്പോർട്ടിലുണ്ട്. അട്ടിമറിക്ക് നിലവിൽ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും AAIBയുടെ പ്രാഥമിക കണ്ടെത്തൽ. AAIB റിപ്പോർട്ടിനെതിരെ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. AI-171 വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കുള്ളിൽ വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായി. ഇതിന് പിന്നിലെ കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ. ഒരു സ്വിച്ച് ഓഫായി 1 സെക്കൻഡ് ദൈർഘ്യത്തിൽ രണ്ടാമത്തെ സ്വിച്ചും ഓഫായി. ഇത് തിരിച്ചറിഞ്ഞ വിമാനത്തിലെ ഒരു പൈലറ്റ് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് രണ്ടാമത്തെ പൈലറ്റിനോട് ചോദിച്ചു. താൻ ചെയ്തില്ലെന്നായിരുന്നു മറുപടി. കോക്പിറ്റിലെ ഓഡിയോയിൽ ഇത് വ്യക്തമാണ്. സ്വിച്ചുകൾ വീണ്ടും ഓൺ ചെയ്ത ശേഷം വിമാനം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒരു എഞ്ചിനിൽ നേരിയ ത്രസ്റ്റ് ഉണ്ടായെങ്കിലും രണ്ടാമത്തെ എഞ്ചിന് ത്രസ്റ്റ് കൈവരിക്കാൻ കഴിഞ്ഞില്ല. റൺവേയിൽ നിന്ന് 0.9 നോട്ടിക്കൽ മൈൽ ദൂരെ വിമാനം നിലം പതിച്ചു. വിമാനത്തിലെ റാമെയർ ടർബൈനും ആക്ടിവേറ്റ് ആയിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് വിമാനം പറന്നത് 32 സെക്കൻഡുകൾ മാത്രം. പൈലറ്റുമാരുടെ ആരോഗ്യനിലയിലോ മാനസിക നിലയിലോ പ്രശ്നങ്ങളില്ല. പക്ഷി ഇടിച്ചതോ കാലാവസ്ഥ പ്രതികൂലമായതോ അപകടത്തിന് കാരണമല്ല. അട്ടിമറിക്ക് നിലവിൽ തെളിവുകളില്ലെന്നും വിശദമായ അന്വേഷണം തുടരുന്നുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചു. അന്തിമ റിപ്പോർട്ട് വന്നതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. അന്വേഷണത്തിന്റെ നിലവിലെ ദിശ പൈലറ്റുമാർക്കുമേൽ പഴിചാരാനാണെന്ന് AAIBയുടെ പ്രാഥമിക റിപ്പോർട്ടിനെ വിമർശിച്ച് പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിലൂടെ പുറത്തുവന്നെങ്കിലും ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിലെ ദുരൂഹത ഇപ്പോഴും മാറുന്നില്ല. വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇതിനും ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. R. അച്യുതൻ, 24, ഡൽഹി. സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറയുമ്പോഴും നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന സൂചന നൽകുകയാണ് മന്ത്രി V. ശിവൻകുട്ടി. അരമണിക്കൂർ കൂടുതൽ കുട്ടികൾ പഠിച്ചു എന്ന് കരുതി ആർക്കാണ് നഷ്ടം എന്നാണ് മന്ത്രിയുടെ ചോദ്യം. മതപഠനത്തിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ സമസ്ത രംഗത്തെത്തി. മുസ്ലിം സംഘടനകളുടെ വിയോജിപ്പ് കണക്കിലെടുത്ത് സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. അരമണിക്കൂർ നമ്മൾ കുട്ടികൾ കൂടുതൽ പഠിച്ചത് വിവരിച്ചിട്ട് ആർക്ക് നഷ്ടമുണ്ട്? നമ്മുടെ കുട്ടികൾക്കുള്ള നേട്ടമല്ലേ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. വേറെ എന്തെങ്കിലും ആ സമയം പ്രയോജനപ്പെടുത്തണോ താല്പര്യമുള്ളവർ വേറെ സമയം കണ്ടെത്തണോ, അല്ലാതെ കോടതി പറഞ്ഞ സമയം കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. മതപഠനത്തിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്ന മന്ത്രി V. ശിവൻകുട്ടിയുടെ നിർദ്ദേശം സമസ്തയെ ചൊടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തരുതായിരുന്നുവെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമയം വേറെ കണ്ടെത്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എല്ലാവർക്കും വേറെ സമയങ്ങൾ കണ്ടെത്താലോ. പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം. ആര് പറയുകയാണെങ്കിലും മനസ്സിലായില്ലേ, ആ ശൈലി ശരിയല്ല എന്ന് മാത്രം. എന്നാൽ ചർച്ച നടത്താനുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ സമസ്ത സ്വാഗതം ചെയ്തു. ചർച്ച പരാജയപ്പെട്ടാൽ മാത്രം പ്രക്ഷോഭമെന്ന നിലപാടിലാണ് സമസ്ത. 24 കോഴിക്കോട്. വാർത്തകളിലേക്ക് വീണ്ടും. എറണാകുളത്ത് വീണ്ടും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്. യൂണിയൻ ബാങ്കിന്റെ പേരിലുള്ള വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് യുവാവിന്റെ 4 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഷെയർ ട്രേഡിംഗിലൂടെ അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് തൃക്കാക്കര സ്വദേശിയിൽ നിന്ന് 16 ലക്ഷം രൂപ തട്ടിയെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന്റെ ന്യൂജൻ വഴികൾ തേടുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ.
എറണാകുളത്ത് യൂണിയൻ ബാങ്കിന്റെ പേരിൽ വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് അബ്ദുൾ ജലീൽ എന്ന യുവാവിന്റെ 4,03,000 രൂപ തട്ടിയെടുത്തത്. വീട് പണിക്കും ഭാര്യയുടെ പ്രസവത്തിനുമായി PF പിൻവലിച്ചും ലോണെടുത്തും കടം വാങ്ങിയും കൂട്ടിവെച്ച തുകയാണ് നഷ്ടമായത്. ജലീലിന്റെ ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ് സംഘം OTP ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈക്കലാക്കി 3 തവണകളായി പണം പിൻവലിച്ചത്. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ അകത്ത് 2 ദിവസം മുമ്പ് വാട്സപ്പ് വഴിയോ SMS വഴിയോ ഞാൻ അറിയില്ല, അവർ പറയുന്നതാണ് വഴിയോ എനിക്ക് യൂണിയൻ ബാങ്കിൻ്റെ വ്യോം ആപ്പ്, ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ സെയിം അതേ പിക്ചറിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ മറ്റൊരു ആപ്പ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ അനിയന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 6 മാസം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ അറിയാതെ അതിൽ അറിയില്ലല്ലോ അത് ഒറിജിനലാണെന്ന് കരുതി അതിൻ്റെ മുകളിൽ തൊട്ടതാവാം ഇത് ഹാക്ക് ചെയ്യപ്പെട്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ എൻ്റെ IFSC കോഡ് അക്കൗണ്ട് നമ്പർ അവർക്ക് കാണാൻ പറ്റുകയും പിന്നീട് 1 മണിക്കൂർ കഴിയും എനിക്ക് ഒരു OTP വരികയും പൈസ പോവുകയും OTP വരികയും പൈസ പോവുകയും. സൈബർ സെല്ലിന് പരാതി നൽകിയെങ്കിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി ജലീൽ ആരോപിച്ചു. ഷെയർ ട്രേഡിംഗിലൂടെ അധിക വരുമാനം വാഗ്ദാനം ചെയ്തായിരുന്നു എറണാകുളത്ത് മറ്റൊരു ഓൺലൈൻ തട്ടിപ്പ് നടന്നത്. തൃക്കാക്കര സ്വദേശിക്ക് നഷ്ടമായത് 16.33 ലക്ഷം രൂപ. മഹാരാഷ്ട്ര സ്വദേശികളാണ് തട്ടിപ്പിന് പിന്നിൽ. 6 തവണകളായാണ് പണം വാങ്ങിയെടുത്തത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 24 കൊച്ചി. ജ്യോതി ദേവ്സ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫോറം 2025 13ാമത് ആഗോള ഡയബറ്റിസ് സമ്മേളനം സംഘടിപ്പിച്ചു. കോവളം ഉദയ സമുദ്ര കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ലോകത്തിലെ പ്രധാനപ്പെട്ട ഡയബറ്റിസ് കൺവെൻഷനുകളിൽ ഒന്നാണ്. വെയ്റ്റ് മാറ്റേഴ്സ് എന്ന പ്രമേയത്തിലൂടെ ചികിത്സ വൈകിപ്പിക്കുന്നത് ഫലപ്രാപ്തിയെ ബാധിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട സന്ദേശം കൺവെൻഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. വിവിധ മേഖലകളിലെ പ്രഗത്ഭർ പങ്കെടുത്ത പാനൽ ചർച്ച, ഡയബറ്റിക് ടെക്നോളജി എക്സ്പോ എന്നിവയും നടന്നു. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.